ഒരിടത്ത് ഒരു കാക്കയുണ്ടായിരുന്നു. എപ്പോഴും സ്വന്തം ജീവിതത്തെക്കുറിച്ചോർത്ത് ദുഃഖിച്ച് നടക്കുന്നതായിരുന്നു അതിൻ്റെ ഒരു രീതി. പതിവ് പോലെ ഒരു ദിവസം ഒരു മരത്തിന്റെ കൊമ്പിലിരുന്ന് സങ്കടം സഹിക്കവയ്യാതെ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ മരത്തിന്റെ ചുവട്ടിൽ ഒരു സന്യാസി ഇരിപ്പുണ്ടായിരുന്നു. ഈ കരച്ചിൽ കേട്ടിട്ട് അദ്ദേഹം ചോദിച്ചു, "എന്തുപറ്റി? നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്?" ഉടനെ തന്നെ കാക്ക അവിടെ നിന്നും പറന്ന് സന്യാസിയുടെ അടുക്കലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, "അല്ലയോ ഗുരുവേ, താങ്കൾക്ക് എല്ലാം മനസ്സിലാക്കുവാനുള്ള കഴിവുള്ള ആളാണല്ലോ. അപ്പോൾ അങ്ങേക്ക് അറിയാമല്ലോ എന്താണ് എൻ്റെ ദുഃഖമെന്ന്." ഉടനെ അദ്ദേഹം പറഞ്ഞു, "ഇത് നിന്റെ ദുഃഖമാണ്, അതിനാൽ നീ തന്നെ പറയൂ." അതിന് മറുപടിയായി കാക്ക പറഞ്ഞു, "എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വളരെ ദുഃഖമാണ്. ഞാനിങ്ങനെ കറുത്ത് ഒരു ഭംഗിയുമില്ലാതിരിക്കുന്നതിനാൽ എന്നെ ആർക്കും ഇഷ്ടമല്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എറിഞ്ഞോടിക്കും. ആരും എനിക്ക് കഴിക്കുവാൻ ആഹാരം പോലും തരാറില്ല. ഇങ്ങനെ ജീവിക്കുന്നതിൽ നല്ലത് മരിച്ചു പോകുന്നതാണ്." ഇതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു, "ഓരോരുത്തരും വ്യത്യസ്തരാണ്. നാം എന്തായിരിക്കുന്നോ അതിൽ സന്തോഷം കണ്ടെത്തുക, അതാണ് ശരി." പക്ഷെ കാക്കയ്ക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. വീണ്ടും അവിടെ ഇരുന്ന് പഴയതുപോലെ തന്നെ കരയുവാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി. അതിനാൽ അദ്ദേഹം പറഞ്ഞു, "ശരി, നിനക്ക് എന്താവാനാണ് ആഗ്രഹം? ഞാൻ എൻ്റെ മന്ത്രശക്തി ഉപയോഗിച്ച് നിന്നെ അതാക്കി മാറ്റാം." ഇത് കേട്ടപ്പോൾ കാക്ക വളരെ സന്തോഷവാനായി. എന്നിട്ട് പറഞ്ഞു, "ഗുരു, എനിക്ക് നല്ല വെളുത്ത നിറമുള്ള അരയന്നമായി മാറിയാൽ മതി." അപ്പോൾ അദ്ദേഹം പറഞ്ഞു, "ശരി, ഞാൻ നിന്നെ അരയന്നമാക്കി മാറ്റാം. പക്ഷേ അതിനു മുൻപായി നീ പോയി ഒരു അരയന്നത്തിനെ കണ്ട് ആ പക്ഷി സന്തോഷവാനാണോ എന്ന് ചോദിച്ചറിഞ്ഞിട്ട് വരിക. നീ വരുന്നത് വരെ ഞാനിവിടെ ഉണ്ടാവും" എന്ന് പറഞ്ഞു. ഉടനെ അരയന്നത്തിനെ അന്വേഷിച്ച് കാക്ക യാത്രയായി. കുറച്ചു ദൂരം പറന്നു ചെന്നപ്പോൾ വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന ഒരു അരയന്നത്തിനെ കണ്ടു. ഉടനെ അതിൻ്റെ അടുത്തേക്ക് പറന്നെത്തിയിട്ട് കാക്ക പറഞ്ഞു, "അല്ലേ സുഹൃത്തേ, ഈ വെളുത്ത നിറത്തിൽ നിന്നെ കാണുവാൻ എന്ത് ഭംഗിയാണ്. അതിനാൽ നീ വളരെ സന്തോഷവാനായിരിക്കും അല്ലേ?" ഇത് കേട്ടയുടനെ സങ്കടത്തോടെ ആ അരയന്നം പറഞ്ഞു, "ഒരിക്കലും ഞാൻ സന്തോഷവാനല്ല. കാരണം ലോകത്ത് ഒരുപാട് ഭംഗിയുള്ള നിറങ്ങളുണ്ട്. എന്നാൽ ഒരെടുപ്പുമില്ലാത്ത ഈ വെള്ളനിറം മാത്രമേ എൻ്റെ ശരീരത്തുള്ളൂ. അതിനാൽ ഞാൻ സന്തോഷവാനല്ല. എൻ്റെ നോട്ടത്തിൽ ഒരുപാട് നിറങ്ങളുള്ളതിനാൽ തത്തയാണ് സന്തോഷവാനായ പക്ഷി." ഇത് കേട്ടയുടനെ നമ്മുടെ കാക്ക ഒരു തത്തയെ അന്വേഷിച്ച് പറന്നു തുടങ്ങി. അങ്ങനെ കുറേ ദൂരം പറന്നു ചെന്നപ്പോൾ അങ്ങ് ദൂരെ ഒരു മരത്തിൽ ഒരു തത്ത ഇരിക്കുന്നതായി കണ്ടു. ഉടനെ അതിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, "എത്ര നിറങ്ങളാണ് നിന്റെ ശരീരത്തിൽ. അതുകൊണ്ട് തന്നെ നിന്നെ കാണുവാനും വളരെ മനോഹരമായിരിക്കുന്നു. അതിനാൽ ഉറപ്പായും നീ തന്നെയായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷി അല്ലേ?" എന്ന് ചോദിച്ചു. എന്നാൽ തത്തയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, "അല്ല സുഹൃത്തേ, നീ കാണാറില്ലേ, ഞങ്ങളുടെ ഈ ഭംഗി കാരണം ആളുകൾ ഞങ്ങളെ പിടിച്ച് കൂട്ടിൽ അടച്ചിടുകയാണ് പതിവ്. അതോടെ ഞങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും തീർന്നു. പിന്നീട് ജീവിതകാലം മുഴുവനും ആ കൂട്ടിനകത്ത് കഴിയാനാണ് വിധി. ഞാൻ എപ്പോഴും ഭയത്തോടു കൂടിയാണ് നടക്കുന്നത്. എപ്പോഴാണ് ആരെങ്കിലും എന്നെയും പിടിച്ച് കൊണ്ടുപോയി കൂട്ടിലടയ്ക്കുക എന്നതോർത്ത്. അതിനാൽ ഞാൻ ഒരിക്കലും സന്തോഷവാനല്ല. മാത്രവുമല്ല, എന്നേക്കാൾ നിറങ്ങളും ഭംഗിയുമുള്ള മറ്റൊരാളുണ്ട്, മയിൽ. എൻ്റെ അഭിപ്രായത്തിൽ മയിലാണ് ഏറ്റവും സന്തോഷവാനായ പക്ഷി." ഇത് കേട്ടയുടനെ കാക്ക മയിലിനെ അന്വേഷിച്ച് പറന്നു തുടങ്ങി. ഒരുപാട് അന്വേഷിച്ചു നടന്ന് അവസാനം ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ചു. എന്നാൽ അത് കിടന്നിരുന്നത് ഒരു കാഴ്ച ബംഗ്ലാവിലെ കൂട്ടിനകത്തായിരുന്നു. അതിനെ കാണുവാനായി ഒരുപാട് ആളുകൾ ആ കൂട്ടിന് ചുറ്റുമായി നിൽക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അല്പം ആളുകൾ കുറഞ്ഞു വന്നപ്പോൾ കാക്ക മയിലിൻ്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, "അല്ലയോ മയിലേ, നിന്നെ കാണാൻ എത്രയോ ആളുകൾ ദിവസവും വരുന്നു. കാരണം നീ വളരെ ഭംഗിയുള്ള പക്ഷിയാണ്. എന്നാൽ എന്നെ നോക്കൂ, എന്നെ കണ്ടാൽ ഉടൻ ആളുകൾ എറിഞ്ഞോടിക്കുന്നു. അതിനാൽ എൻ്റെ നോട്ടത്തിൽ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷി." ഉടനെ ദുഃഖത്തോടെ ആ മയിൽ പറഞ്ഞു തുടങ്ങി, "ശരിയാണ്, ഞാനും എപ്പോഴും കരുതിയിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ളതും സന്തോഷമുള്ളതുമായ പക്ഷി ഞാനാണെന്ന്. പക്ഷേ എൻ്റെ ഈ ഭംഗി കാരണമാണ് ഞാൻ കൂട്ടിലടയ്ക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഭംഗിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുവാനായി എൻ്റെ തൂവലുകൾ ആളുകൾ പറിച്ചെടുക്കാറുണ്ട്. അതെനിക്ക് വളരെയധികം വേദന ഉളവാക്കാറുണ്ട്. അതിനാൽ ഞാൻ ഒരിക്കലും സന്തോഷവാനല്ല." ഇത് കേട്ടപ്പോൾ വളരെ ആശ്ചര്യത്തോടെ, "നീ സന്തോഷവാൻ അല്ലെങ്കിൽ പിന്നെ നിന്റെ അഭിപ്രായത്തിൽ വേറെ ഏത് പക്ഷിയായിരിക്കും?" എന്ന് ചോദിച്ചു. ഇതിന് മറുപടിയായി ആ മയിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, "ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾ കാക്കകളാണ് ഏറ്റവും സന്തോഷമായും സ്വതന്ത്രമായും ജീവിക്കുന്നത്. മനുഷ്യർ നിങ്ങളെ പിടിക്കുവാനോ കൂട്ടിലടയ്ക്കുവാനോ ശ്രമിക്കാറില്ല. കുറച്ച് ദിവസങ്ങളായി
ഞാനും ആഗ്രഹിക്കാറുണ്ട്. ഒരു കാക്കയായിരുന്നുവെങ്കിൽ എനിക്കും പറന്ന് എവിടെ വേണമെങ്കിലും പോകാമായിരുന്നു. എവിടെ നിന്ന് വേണമെങ്കിലും ആഹാരം കഴിക്കാമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയേനെ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ കാക്ക അവിടെ നിന്നും തിരിച്ച് സന്യാസിയുടെ അടുത്തേക്ക് പറന്നു. അന്നാദ്യമായി സ്വന്തം ജീവിതത്തെക്കുറിച്ചോർത്ത് ആ കാക്കയ്ക്ക് സന്തോഷമുണ്ടായി. അങ്ങനെ തിരികെ പറന്ന് സന്യാസി ഇരിക്കുന്ന സ്ഥലത്തേക്കെത്തി. കാക്കയെ കണ്ടപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം, എന്തായി, ഞാൻ നിന്നെ അരയന്നമായി മാറ്റിത്തരട്ടെ എന്ന് ചോദിച്ചു. ഉടനെ അതിന് മറുപടിയായി, വേണ്ട ഗുരു, എനിക്ക് മറ്റാരും ആകേണ്ട, ഞാനായി തന്നെ ജീവിച്ചോളാം, അതിൽ ഞാൻ സന്തോഷവാനാണ് എന്ന് കാക്ക മറുപടി പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യവും. നമുക്ക് എന്തുണ്ടെങ്കിലും അതിലൊന്നും ഒരു തൃപ്തിയും കണ്ടെത്തുവാൻ ശ്രമിക്കാതെ എപ്പോഴും ജീവിതത്തിലെ ഇല്ലായ്മകളെക്കുറിച്ച് മാത്രം ഓർത്ത് ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ മറ്റുള്ളവരുമായി അനാവശ്യമായ താരതമ്യം നടത്തി നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച് അതോർത്ത് ദുഃഖിച്ചു നടക്കാതെ നമുക്കെന്താണോ ഉള്ളത് അതിൽ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുക. എന്നാൽ സ്വന്തം ബുദ്ധിയും കഴിവുകളും ഉപയോഗിച്ച് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ലാത്തതാകുന്നു. ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യമുണ്ട്. എല്ലാം നേടിയെടുത്തവരും എല്ലാം തികഞ്ഞവരുമായി ആരുമില്ല എന്നതാണത്. ഓരോ ആളുകളും പല രീതിയിലും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതയെ അംഗീകരിക്കുകയും നമുക്കെന്തെങ്കിലും കുറവുകളുണ്ടെന്ന് തോന്നിയാൽ അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം കണക്കിലെടുക്കുകയും നാം ഇപ്പോൾ എന്തായിരിക്കുന്നുവോ അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നവർക്കാണ് വളരെ സമാധാനത്തോടെ ഈ ലോകത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.